ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും തുടരുകയാണ്. ആക്രമണത്തിൽ 7 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ 55 നാളുകൾ നീണ്ട വെടിനിർത്തൽ വേളയിൽ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 367 ആയി. ഗസ വെടിനിർത്തലിന്റെ ഭാവി അപകടത്തിലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും. ഇസ്രായേൽ സൈന്യം ഉടൻ ഗസ വിടണമെന്നും മധ്യസ്ഥ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്ന സൂചന നൽകി ഇസ്രായേൽ $3400 കോടി വൻ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ചതോടെ ഫലസ്തീൻ ജനത ആശങ്കയിലാണ്. 55 നാളുകൾ നീണ്ട വെടിനിർത്തലിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 70 കുഞ്ഞുങ്ങളാണെന്ന് യുനിസെഫ്. MC നാസർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഈ വെടിനിർത്തലിന് ശേഷമാണ് 360-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത്. അതിൽ കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഏറ്റവും പുതുതായി 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം എത്രയാണ്? ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ പേരിന് ഒരു വെടിനിർത്തലുണ്ട്. ആ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ വെറും നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ആ വംശഹത്യാ പദ്ധതി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഔദ്യോഗികമായിട്ട് അന്തർദേശീയ സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടി ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നതല്ലാതെ പ്രയോഗതലത്തിൽ അതിന്റെ ചൈതന്യം, അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ ഇനിയും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിക്കാൻ വൻശക്തി രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇപ്പോൾ പോലും വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അതാണ് 367 പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 1000-ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം പിന്നിട്ട് ഈ 56 ദിവസങ്ങൾക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഗസ സിറ്റിയിലും അതോടൊപ്പം തന്നെ വടക്കൻ ഗസയിലുമായിട്ടാണ് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 7 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിലൊരു വൃദ്ധനും അദ്ദേഹത്തിന്റെ 25 വയസ്സ് പ്രായമുള്ള മകനും കൊല്ലപ്പെട്ടവരും ഉൾപ്പെടും. അവരെ ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യെല്ലോ ലൈൻ മറികടന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് തികച്ചും സാധാരണക്കാരായിട്ടുള്ള 3 ഫലസ്തീനികളെയും ഇന്ന് റഫയുടെ ആ ഭാഗത്ത് ഇസ്രായേൽ വധിച്ചതായിട്ട് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ക്രൂരമായിട്ടുള്ള തങ്ങളുടെ നരമേധം ഈ വെടിനിർത്തലിന്റെ ഒരു ബാനർ ഉണ്ട് എന്നത് മാത്രമാണ് പുറമേക്ക് കാണാനുള്ളത്. പക്ഷേ അതിന്റെ ഉള്ളിൽ പോലും അതിശക്തമായിട്ടുള്ള ഈ ആക്രമണ പദ്ധതികൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദുരിതം വിതയ്ക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. പേരിനൊരു വെടിനിർത്തൽ മാത്രം, ഒപ്പം തന്നെ ആക്രമണം ശക്തമാക്കുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത്. അതേസമയം തന്നെ ഈ ഗസയ്ക്കുള്ള സഹായം തടയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കളടക്കം അവിടെ എത്താത്ത ഒരു സാഹചര്യമൊക്കെയുണ്ട്. അങ്ങനെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? ജീന, ഇന്നിപ്പോൾ ഖത്തർ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഈജിപ്തിന്റെ പ്രതിനിധികളും വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ വെടിനിർത്തൽ എന്നത് അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി രൂപപ്പെടുത്തിയ, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശത്തെ തുടർന്ന് രൂപപ്പെടുത്തിയ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കരാറാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിൽക്കണമെന്ന ഒരു സ്പിരിറ്റോടു കൂടിയാണ് ഈ കരാർ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റമാണ്. അത് ഇതുവരെയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, യെല്ലോ ലൈനിലേക്ക് ഇസ്രായേൽ സേന പിന്മാറണമെന്നായിരുന്നു വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത്. ആ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് കൂടുതൽ ഉള്ളിലേക്ക് തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ സേന മുതിർന്നത്. അതുമാത്രമല്ല, ആ പ്രദേശത്തുള്ളവരെ ഈ യെല്ലോ ലൈൻ മറികടന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിരന്തരമായിട്ട് വെടിവെച്ച് കൊല്ലുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്നത് ഈ റഫ അതിർത്തി തുറക്കുകയും ആളുകൾക്ക് നിർബാധം പുറത്തേക്ക് പോകാനും തിരിച്ചു വരാനുമുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്ന് ഈ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതുവരെയും റഫ അതിർത്തി തുറന്നിട്ടില്ല. ഒടുവിൽ റഫ അതിർത്തി വേണമെങ്കിൽ ഈജിപ്തിന്റെ ഭാഗത്ത് തുറന്നു കൊടുക്കാം. ഈജിപ്തിലേക്ക് ഫലസ്തീനികൾക്ക്, ഗസയിൽ നിന്നുള്ള ഫലസ്തീനികൾക്ക് യാത്ര ചെയ്യാം. പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് തിരികെ മടങ്ങി വരാൻ പറ്റില്ല എന്ന വളരെ ധാർഷ്ട്യം പൂണ്ട ഒരു നിലപാടും പ്രതികരണവുമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ ഫലസ്തീൻ ജനതയെ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് അറബ് ലോകവും അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളും വ്യക്തമാക്കുന്നത്. അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ മധ്യസ്ഥ രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുന്നത്? എങ്ങനെയാണ് ഗസ വെടിനിർത്തലിന്റെ ഭാവി അപകടത്തിലാണെന്നൊക്കെ മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അവർ എത്രത്തോളം ആശങ്കയിലാണ്? ഇനി മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലൊക്കെ എങ്ങനെയായിരിക്കും? ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റമാണ്. ആ ഇസ്രായേൽ സേന പിന്മാറുമ്പോൾ നേരത്തെ വെടിനിർത്തൽ കരാറിലും 20 ട്രംപിന്റെ പദ്ധതിയിലും വളരെ വ്യക്തമായി പറഞ്ഞത് അന്തർദേശീയ സൈന്യത്തെ ഗസയിൽ വിന്യസിക്കും എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു പ്രമേയ അവതരണത്തിലൂടെ UN പൊതുസഭ കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും സേനയെ അയച്ചുകൊണ്ട് ഈ ഒരു സന്തുലിതത്വം ഗസയിൽ നിലനിർത്താനുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട പ്രായോഗിക നടപടികൾ
നടപടികൾ ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ല. ചില അറബ് രാജ്യങ്ങളൊക്കെ സേനയെ അയക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. പക്ഷേ ആ സേനയുടെ വിന്യാസവും അവരുടെ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അവരെ ഏത് സ്വഭാവത്തിലായിരിക്കും അവരുടെ ദൗത്യം എന്നത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം രൂപപ്പെടുത്താൻ ഇനിയും മധ്യസ്ഥ രാജ്യങ്ങൾക്കോ വൻശക്തി രാജ്യങ്ങൾക്കോ അമേരിക്കക്കോ ഇനിയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന അവിടെ പിടിമുറുക്കുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സ്വാധീനം വിപുലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഇസ്രായേൽ സേന അവിടെ നിന്നും പിന്മാറാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണം. അന്തർദേശീയ സേനയുടെ വിന്യാസം എന്നത് വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നാണ് ഖത്തറും ഈജിപ്തും തുർക്കിയും ഇന്ന് സംയുക്തമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് തീരുമാനം കൈക്കൊള്ളേണ്ടത് അമേരിക്കയാണ്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമവും ഉണ്ടായിട്ടില്ല. നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഗസയിലേക്കുള്ള വസ്തുവകകൾ നിത്യം 600 ട്രക്കുകൾ അയക്കുമെന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ ദിനംപ്രതി 100നും ചുവടെ ട്രക്കുകൾ മാത്രമാണ് അയക്കുന്നത്. മരുന്ന്, കുടിവെള്ളം, ഭക്ഷണം, മറ്റു ഉപകരണങ്ങൾ, താൽക്കാലിക ടെന്റ് സംവിധാനങ്ങൾ ഇതൊക്കെയും ഇല്ലാതെ നരകതുല്യമായിട്ടുള്ള ജീവിതം തന്നെയാണ് ഇപ്പോൾ പോലും ഈ 20 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഗസയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ മൂലം അതിദയനീയമായിട്ടുള്ള സാഹചര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ആശുപത്രികളിലാണെങ്കിൽ വളരെ കുറഞ്ഞ സംവിധാനങ്ങൾ, മരുന്ന് ഉൾപ്പെടെയുള്ളവ ലഭ്യമല്ല എന്ന പരാതി ഉയരുന്നു. ഏതാണ്ട് ഒരു 15,000 പേരെയെങ്കിലും അടിയന്തരമായിട്ട് ചികിത്സയ്ക്കായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങൾക്കും ഈ ഇസ്രായേൽ ഇനിയും അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ അത്രയും തീക്ഷ്ണമായിട്ടുള്ള ജീവൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും എന്നത് സംബന്ധിച്ച ആശങ്കയാണ് ഇന്ന് ഖത്തർ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഈജിപ്തും പങ്കുവച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അന്തർദേശീയ സമൂഹം അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും ഇസ്രായേലിനെ അവരുടെ സൈനിക നീക്കത്തെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യണമെന്നുകൂടി ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹമാസും അക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ തങ്ങളുടെ റോൾ കുറെ കൂടി ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കണം. കാരണം ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ ഒന്നും തന്നെ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വെടിനിർത്തലിന്റെ ഭാവി കൂടുതൽ ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഗസയിൽ നിന്ന്. അതിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതാണ്. കാരണം ഇസ്രായേൽ $3,400 കോടി വൻ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ചു എന്നറിയുന്നു. ഇത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത്? ഈ വെടിനിർത്തലിൽ പോലും ഇങ്ങനെ പിന്മാറാതെ ആക്രമണം തുടർച്ചയായി നടത്തുന്ന ഇസ്രായേൽ ഇനിയും ഒരു യുദ്ധം വലിയ രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കമൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്ത് സൂചനയാണ് ഇത് നൽകുന്നത്? ജിന, തീർച്ചയായിട്ടും കാരണം വലിയൊരു തുകയാണ് ഇപ്പം പ്രതിരോധ ബജറ്റിനായിട്ട് അടിയന്തരമായിട്ട് നീക്കിവെച്ചിരിക്കുന്നത്. അപ്പം വരും വർഷത്തേക്ക് തന്നെ ഇത്രയും ഭീമമായ ഒരു തുക, കാരണം നേരത്തെയൊക്കെ ഉദ്ദേശിച്ചതിൽ നിന്ന് എത്രയോ കൂടുതൽ ഇരട്ടിയാണിപ്പോൾ ഈ തുക വിനിയോഗിച്ചിരിക്കുന്ന മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ ആയുധങ്ങൾ സ്വന്തമാക്കാനും കൂടുതൽ നശീകരണ സ്വഭാവത്തിലുള്ള ബോംബുകളും മറ്റു ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയും വലിയൊരു തുക, $3,400 കോടി എന്ന ഏറ്റവും ഭീമമായിട്ടുള്ള ഒരു തുക ഇപ്പോൾ ഇസ്രായേൽ ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. എന്തായാലും ഗസയെ തങ്ങളുടേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ തുക ബജറ്റിന് നീക്കിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭയാശങ്ക സ്വാഭാവികമായിട്ടും പലസ്തീൻ സമൂഹത്തിൽ മാത്രമല്ല അറബ് മുസ്ലിം രാജ്യങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം പശ്ചിമേഷ്യയിൽ കൂടുതൽ ഈ സൈനികമായിട്ടുള്ള പ്രമത്തതയും സൈനികമായിട്ടുള്ള വിപുലീകരണം വരികയാണെങ്കിൽ അത് മേഖലയിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. സംഘർഷം വലുതാകുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഫലസ്തീനികൾ ഉള്ളത്. അത്തരത്തിലുള്ള നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. യുദ്ധം തുടരാനുള്ള ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്തും ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ബജറ്റ് പ്രഖ്യാപനമൊക്കെയാണ് നമ്മൾ കണ്ടത്. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്. ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറുന്നതുവരെ ഗസ വെടിനിർത്തൽ കരാർ അപൂർണമാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആരംഭിച്ച ദോഹ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗസയിലെ വെടിനിർത്തൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര ഫലസ്തീൻ തന്നെയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ഏക വഴിയെന്നും ഖത്തർ പ്രധാനമന്ത്രി ആവർത്തിച്ചു. അബ്ബാസ് മുഹമ്മദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഇപ്പോൾ MC നാസർ പറഞ്ഞ് അവസാനിപ്പിച്ചതാണെങ്കിൽ ഈ ഒന്നാം ഘട്ട വെടിനിർത്തൽ തന്നെ ആശങ്ക തീർന്നിട്ടില്ല. ഈ വെടിനിർത്തലിനിടയിൽ 367ഓളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്നത്. എത്രത്തോളം പ്രായോഗികമാകുമെന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഒപ്പം ഈ ഖത്തർ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? ശാശ്വതമായ പരിഹാരം എങ്ങനെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്? ദോഹയിൽ നടക്കുന്ന ദോഹ ഫോറത്തിൽ ഇന്നാണ് ദോഹ ഫോർ ആരംഭിച്ചത്. ഇതിലാണ് ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം
ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഗസയെക്കുറിച്ച് കൃത്യമായ രാജ്യത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ 3 കാര്യങ്ങൾ: ഗസയിൽ നിലവിലെ വെടിനിർത്തൽ അത് ഇൻകംപ്ലീറ്റ് ആണ്, അത് അപൂർണമാണ്. രണ്ടാമത്, ഇതിൻ്റെ ഗസയുടെ വെടിനിർത്തലിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. മൂന്നാമതായി, 3-ാം ഘട്ടത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സാധ്യമാകേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഗസയെക്കുറിച്ച് അദ്ദേഹം പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടിയത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 1-ാം ഘട്ട വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഇസ്രായേലിൻ്റെ ആക്രമണം ഗസയിൽ രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് ഖത്തർ പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ ഗസയെക്കുറിച്ച് പറയുന്നതിന് കൂടെ തന്നെ അദ്ദേഹം ഈ പൊതുവായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ 2 വർഷമായി ഉത്തരവാദിത്വവും അതുപോലെ നിർവഹണം, ഈ 2 കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇല്ലാതായി. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം ഒരു സാന്ദർഭികമായി കാര്യം സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ ഭീകരവാദികളുടെ കയ്യിലെ ബന്ദികളെ പോലെയാണ് നിലവിലുള്ളത്. അത് അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. പ്രമേയങ്ങൾ കൊണ്ട് മാത്രം ഈ ലോകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല. അതിനു പകരം കൃത്യമായ നീക്കങ്ങൾ വേണം, ഉത്തരവാദിത്തപൂർണ്ണമായ സമീപനങ്ങൾ വേണം എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ നിയമങ്ങളിലെ, അന്താരാഷ്ട്ര നിയമങ്ങളിലെ, UN അടക്കമുള്ള അന്താരാഷ്ട്ര ബോഡികളിലെ നിയമങ്ങൾ, ഈ നിയമങ്ങളിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടത് വളരെ അടിയന്തരമാണ് എന്നുകൂടി ഖത്തർ പ്രധാനമന്ത്രി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നീതി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഓപ്ഷൻ അതല്ല. അതിന് പകരം അത് കൃത്യമായി എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണ് നീതി എന്ന് പറയുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കൽ ഓപ്ഷനായി അതിനെ കാണാൻ പറ്റില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വാഗ്ദാനങ്ങളൊന്നും ഈ ലോകത്തിന് ആവശ്യമില്ല. അതിന് പകരം ജസ്റ്റിസാണ്, നീതിയാണ് വേണ്ടത് എന്നും അദ്ദേഹം ദോഹ ഫോറത്തിൽ നടത്തിയ സംസാരത്തിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഖത്തർ നടത്തിയ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിൻ്റെ, ഖത്തറിന് മധ്യസ്ഥത എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ലക്ഷറി അല്ല, ഒരു രാഷ്ട്രീയപരമായ ഒരു ആഡംബരമോ പൊങ്ങച്ചമോ അല്ല. അത് ഈ രാഷ്ട്രത്തിൻ്റെ സമീപനമാണ്. ഖത്തർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാഷ്ട്രമാണ്. ഇതിന് മിലിറ്ററി ആയിട്ട് സൈനികമായി വലുതാകാൻ വലിയ പ്രശ്നങ്ങളുണ്ട്, അതിന് വലിയ വെല്ലുവിളികളുണ്ട്. എന്നാൽ ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ മധ്യസ്ഥത കൊണ്ട് നയതന്ത്ര ശ്രമങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രാഷ്ട്രത്തിന് സ്ത്രാണിയുണ്ട്, ഈ രാഷ്ട്രത്തിന് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് ഖത്തറിൻ്റെ രാഷ്ട്രീയ സമീപനമാണ്. ഒരു കുഞ്ഞു രാഷ്ട്രമാണ് എങ്കിൽ പോലും ഗസ അടക്കമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിൽ, ആഫ്രിക്കയിൽ, സുഡാനിൽ, കൊളംബിയയിൽ, ഇങ്ങനെ നിരവധി രാഷ്ട്രങ്ങളിലെ പ്രശ്നങ്ങളിൽ ഖത്തറിൻ്റെ മധ്യസ്ഥ സമീപനം നമ്മൾ കണ്ടതാണ്. അതിനിയും തുടരും എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇന്നത്തെ ദോഹ ഫോറത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ജീന. ശരി. അതേസമയം തന്നെ ഗസയിലെ വെടിനിർത്തലിൽ ആശങ്ക രേഖപ്പെടുത്തിയാണ് ഖത്തർ പ്രധാനമന്ത്രി. വെടിനിർത്തൽ അപൂർണമാണെന്നും അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അബ്ബാസ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. അബ്ബാസ്, തുടരുക. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ അൾജീരിയയ്ക്ക് കൂറ്റൻ ജയം. 1-5 ഗോളിന് ബഹ്റൈനാണ് അൾജീരിയ പരാജയപ്പെടുത്തിയത്. കുവൈത്തിനെതിരെ ജോർദാനും വിജയം കണ്ടു. ഇന്ന് 4 മത്സരങ്ങളാണ് ടൂർണമെന്റിൽ അരങ്ങേറുന്നത്. അബ്ബാസ് ചേർന്ന വിശദാംശങ്ങൾ നൽകാൻ. അബ്ബാസ്, ഇന്നത്തെ 4 മത്സരങ്ങൾ ഏതൊക്കെയാണ്? ഒപ്പം തന്നെ ഇന്ന് അൾജീരിയയുടെ പ്രകടനം എങ്ങനെയായിരുന്നു? എന്തൊക്കെയാണ് മത്സരങ്ങൾ? അബ്ബാസ്, ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ദിവസമാണെന്ന് ഫിഫ അറബ് കപ്പിന് പറഞ്ഞോളൂ. ഫിഫ അറബ് കപ്പിന് ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് 4 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു മത്സരം ഇനി ഇവിടുത്തെ ഖത്തർ സമയം 9:30 നടക്കാൻ പോകുന്നേ ഉള്ളൂ. ആദ്യത്തെ മത്സരം കുവൈത്തും അതുപോലെ ജോർദാനും തമ്മിലായിരുന്നു. 1-3 ഗോളിനാണ് അതിൽ ജോർദാൻ വിജയിക്കുന്നത്. രണ്ടാമത്തെ മത്സരം നേരത്തെ നമ്മൾ ഇൻട്രോയിൽ വായിച്ച പോലെ അൾജീരിയയും അതുപോലെ ബഹ്റൈനും തമ്മിലായിരുന്നു. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയ വിജയം, അത് 1-5 ഗോളുകൾക്കാണ് അൾജീരിയ ഈ മത്സരത്തിൽ വിജയിച്ചത്. ഈ ആദ്യത്തെ മത്സരം ഗ്രൂപ്പ് സിയിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ മത്സരം ഗ്രൂപ്പ് ഡിയിലായിരുന്നു. ഗ്രൂപ്പ് ഡിയിലെ അടുത്ത മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലെത്തി, അധിക എക്സ്ട്രാ ടൈമിലെത്തി. 90 മിനിറ്റ് അവസാനിച്ചു. ഇതിൽ ഇറാഖും സുഡാനും തമ്മിലാണ്. ഇതിൽ ഇറാഖ് 2 ഗോളിന് സുഡാനെതിരെ മുന്നിലാണ്. അടുത്തതായി 9:30 നടക്കാനുള്ള മത്സരം UAEയും ഈജിപ്തും തമ്മിലുള്ളതാണ്. എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ ടീമുകൾക്കും വരുന്ന മത്സരങ്ങളൊക്കെ വളരെ നിർണായകമാണ്. കാരണം പ്രാഥമിക ഗ്രൂപ്പ് ഘട്ടങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഇനി നോക്കൌട്ട് സ്റ്റേജിലേക്ക് ആരൊക്കെ വരും, ആരൊക്കെ എത്തും എന്നുള്ളതിൻ്റെ ഒക്കെ മത്സരഫലങ്ങൾ, ഈ വരുന്ന മത്സരഫലങ്ങളൊക്കെ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകൾക്കും ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. ജീന.
ശരി, അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിലെ വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ തുടർച്ചയായ 6 ദിവസത്തേക്ക് ശക്തമായ മഴ പെയ്യാൻ സാധ്യത. സിവിൽ ഡിഫൻസിന്റേതാണ് മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിലുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങളുടെ ഭാഗമായാണ് മഴ തുടരുന്നത്. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. മിഷാൽ, എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പ്? ജാഗ്രതാ നിർദ്ദേശം എന്തൊക്കെയാണ്? കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റിയാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വരുന്ന 6 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രത്യേക അറിയിപ്പിലുള്ളത്. റിയാദ്, തബൂക്ക്, മദീന, അൽജൌഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഹായിൽ, അൽഖസിം, കിഴക്കൻ പ്രവിശ്യ, അൽബഹ തുടങ്ങിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ കനക്കും. അടുത്ത 6 ദിവസം കൂടി മഴ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജിദ്ദ, മക്ക ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കനത്ത മഴക്കൊപ്പം ശക്തമായ കാറ്റിനുമുള്ള സാധ്യതാ പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യത പല ഇടങ്ങളിലുമുണ്ട്. അത്തരം സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാൻ മുന്നറിയിപ്പിലുണ്ട്. ഒഴുകുന്ന ജലത്തിൽ നീന്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശത്തിലുണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ, ശക്തമായ കാറ്റടക്കമുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവാസികളായ മലയാളികളടക്കം നിലവിൽ ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ശ്വാസതടസ്സമടക്കമുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പരമാവധി ആളുകൾ ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് എടുക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. അതുപോലെ തന്നെ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അപ്പോൾ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളണമെന്നും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഈ ഒരു മുന്നറിയിപ്പിലുണ്ട്. ഇത്രയും മുന്നറിയിപ്പുകളാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഈ മഴ കനക്കുന്നതോടെ സൗദിയുടെ തണുപ്പും കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കുവൈത്തിൽ ശൈത്യകാലം ഈ വർഷം പതിവിനേക്കാൾ വൈകി ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ഇസ റമദാൻ അറിയിച്ചു. സാധാരണയായി ഡിസംബർ 6-നാണ് മുറബാനിയ സീസൺ തുടങ്ങാറുള്ളത്. എന്നാൽ ഈ വർഷം അത് ഡിസംബർ പകുതിയോടെ മാത്രമേ ആരംഭിക്കൂ എന്നാണ് പ്രവചനം. 39 ദിവസം നീളുന്ന മുറബാനിയ സീസൺ ഇക്ലിൽ, ഗൽബ്, ഷുല എന്നിങ്ങനെ 13 ദിവസങ്ങളുള്ള 3 ഘട്ടങ്ങളായി വിഭജിക്കപ്പെടുന്നു. ആദ്യ ദിനങ്ങളിൽ താപനിലയിൽ വലിയ ഇടിവ് ഉണ്ടാകില്ലെങ്കിലും ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള ക്രമേണ മാറ്റമാണ് ഈ ഘട്ടങ്ങളുടെ പ്രത്യേകത. സൈബീരിയൻ മർദ്ദവ്യവസ്ഥയുടെ സ്വാധീനത്തോടെ വടക്കു പടിഞ്ഞാറൻ തണുത്ത കാറ്റുകൾ ശക്തമാകുമ്പോഴാണ് കുവൈത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നതെന്നും റമദാൻ പറഞ്ഞു. കടലിൽ കാണുന്ന പ്രത്യേക പ്രതിഭാസമായ ബ്ലൂ ഹോളുകൾ സംരക്ഷിക്കാൻ പദ്ധതിയിട്ട് സൗദി അറേബ്യ. കടലിൽ നീലവൃത്താകൃതിയിൽ രൂപപ്പെടുന്ന ആഴമേറിയ കുഴികളാണ് ബ്ലൂ ഹോളുകൾ. സൗദിയിൽ ഇതുവരെ ഇത്തരം 25-ലധികം ഗർത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ് ഓരോ ബ്ലൂ ഹോളുകളും. പ്രകൃതി കടലിൽ തീർക്കുന്ന പ്രതിഭാസമാണ് ബ്ലൂ ഹോളുകൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലെ ഭൂമിശാസ്ത്ര പ്രക്രിയകളുടെ ഫലമായാണ് ഇവ രൂപപ്പെടുന്നത്. ഭൂചലനം, പാറപൊട്ടൽ, ചുണ്ണാമ്പുകല്ല് ദ്രവിക്കൽ തുടങ്ങിയവ കാരണമാണ്. നിരവധി പഠന സാധ്യതകൾ തുറന്നിടുന്നതാണ് ഇത്തരം ഓരോ ഗർത്തങ്ങളും. കടലാമകൾ, റീഫ് മത്സ്യങ്ങൾ, സമുദ്ര സസ്തനികൾ, വിവിധ ജലജീവികൾ, കുറഞ്ഞ പ്രകാശത്തിലും ഓക്സിജനിലും ജീവിക്കുന്ന പ്രത്യേക ജീവികൾ തുടങ്ങിയവയാൽ സമ്പന്നമാണ് ഓരോ ബ്ലൂ ഹോളുകളും. ഇതിനാൽ തന്നെ അപൂർവമായ ഇത്തരം സമുദ്ര പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ ബ്ലൂ ഹോൾസ് പ്രൊട്ടക്റ്റഡ് ഏരിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി. മക്ക, അസീർ, ജീസാൻ എന്നിവിടങ്ങളിലായി 25-ലധികം ബ്ലൂ ഹോളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 16,500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇവ നിലകൊള്ളുന്നത്. പ്രകൃതി സംരക്ഷിത മേഖലകൾ വർദ്ധിപ്പിക്കൽ, ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കൽ, ശാസ്ത്രീയ ഗവേഷണം ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദ് ചെയ്തതിൽ ഇൻഡിഗോയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബർസിനാണ് കാരണം കാണിക്കൽ നോട്ടീസ്. ഇന്ന് വ്യോമയാന മന്ത്രാലയം വിളിച്ച യോഗത്തിന് പിന്നാലെയാണ് നടപടി.
സജു തോമസ് ചെയ്തതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. സജു, കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഈ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് ശേഷം ഇനി മറ്റെന്തൊക്കെ നടപടികളായിരിക്കും ഉണ്ടാവുക? അജീന, എന്തായാലും ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് പ്രധാനപ്പെട്ട എല്ലാ സർവീസുകളും നിർത്തൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വ്യോമഗതാഗതമാകെ താറുമാറായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇൻഡിഗോ സിഇഒ അടക്കം വിളിച്ചു വരുത്തിയ ഒരു ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബസിന് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള വ്യോമയാന സർവീസുകൾ അതായത് വിമാനങ്ങൾ റദ്ദു ചെയ്തതിലും കൂട്ടത്തോടെ ഈ വിമാനങ്ങൾ എന്തുകൊണ്ട് റദ്ദു ചെയ്തു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുവരെ റദ്ദു ചെയ്ത വിമാനങ്ങളുടെ ടിക്കറ്റ് തുക യാത്രക്കാർക്ക് നാളെ വൈകിട്ട് 8 മണിക്ക് മുന്നോടിയായിട്ട് റീഫണ്ട് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ റാംമോഹൻ നായിഡു ഇത്തരമൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ഈ മീറ്റിംഗിന് പിന്നാലെയാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡിഗോയുടെ സിഇഒ പീറ്റർ എൽബസിനാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വ്യോമയാന മന്ത്രാലയം വലിയ നടപടികളിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ വ്യോമഗതാഗതം കഴിഞ്ഞ 5 ദിവസമായിട്ട് താറുമാറായിരിക്കുകയാണ്. ഏകദേശം 4000-ലധികം വിമാന സർവീസുകളാണ് കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ റദ്ദു ചെയ്തത്. ഇതിൽ യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. ഇന്ത്യയുടെ ഷെയർ കോടിക്കണക്കിന് രൂപയാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കേന്ദ്രം ഇപ്പോൾ തുനിയുന്നത്. ഇൻഡിഗോ സിഇഒക്കാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉടൻ തന്നെ മറുപടി നൽകണമെന്നും ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. ശരി സജു, ഏതായാലും കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്രം. വിശദാംശങ്ങളാണ് സജു തോമസ് നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അങ്ങ് നാട്ടിലാണെങ്കിൽ ഇവിടെ കുവൈത്തിലും നല്ല പ്രചാരണ ചൂടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകൾ നാട്ടിലെ തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ്. പ്രവാസി വോട്ടുകളുള്ള നിരവധി പേരും വോട്ടിനായി നാട്ടിലേക്ക് പോകുന്നതിനുള്ള തിരക്കിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുവൈത്തിൽ മലയാളി സമൂഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നാട്ടിലെ പോലെ ഗൾഫ് രാജ്യങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. ലോക്കൽ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ പ്രാതിനിധ്യം എത്രയാണ്? പ്രവാസികൾക്ക് ലോക്കൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത് എന്ന കാര്യം നമുക്ക് കേൾക്കാം. ഇത് പഞ്ചായത്ത് ഇലക്ഷനിൽ കേരളത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് ഇടത് സർക്കാരിന്റെ വികസനം ഒന്ന് മാത്രമായിരിക്കും. കേരള ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വികസനമാണ് സർക്കാർ കാഴ്ചവെച്ചത്. അതിനുള്ള ജനങ്ങളുടെ മറുപടി, ജനങ്ങളുടെ ആ ഒരു പിന്തുണ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇടത് സർക്കാരിന് ലഭിക്കുന്നതായിരിക്കും. UDF-ന് എത്രത്തോളം ചാൻസ് ഉണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ? ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോൾ ഉള്ളത് 11-3 ആണ്. അത് എന്തായാലും മാറ്റം ഉണ്ടാവും. ഇപ്രാവശ്യം ഒരു 7 അല്ലെങ്കിൽ 8 7 ജില്ലാ പഞ്ചായത്ത് 9 വരെ പോകാൻ സാധ്യത. പറഞ്ഞു 9 വരെ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ. ഈ പ്രാവശ്യം ആര് കൂടുതൽ സീറ്റ് നേടുന്നതെന്നാണ് താങ്കളുടെ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ നാടുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന, നാടിന്റെ കാര്യങ്ങളിൽ വളരെ ഇടപെടുന്ന ഒരു സർക്കാരായിരിക്കും, ഒരു മുന്നണിയായിരിക്കും വിജയിക്കുക. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു വിജയ സാധ്യത നമ്മൾ കാണുന്നത്. എന്താണ് നാട്ടിലെ അവസ്ഥ? എന്താണ് നിങ്ങളുടെ വാർഡിലെ അവസ്ഥ, പഞ്ചായത്തിലെ അവസ്ഥ? നാട്ടില് ഇപ്രാവശ്യം കുറെ പ്രത്യേകതയുണ്ട്. ഒന്ന് SIR-നുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പിന്നെ ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ ഒരു പഞ്ചായത്ത് ഇലക്ഷന്റെ പ്രത്യേകത യുവാക്കൾക്ക് നല്ലൊരു ചാൻസ് കിട്ടി. കുറെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരാണ് ഇപ്പം ഇലക്ഷനിൽ നിന്നിട്ടുള്ളത്. വളരെ നല്ല ഇലക്ഷൻ. എല്ലാവരും കാസർഗോഡുള്ള ആൾക്കാരല്ല. എന്താണ് കാസർഗോഡിന്റെ അവസ്ഥ? എന്താണ് കാസർഗോഡ്? പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ഇല്ല. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ പൊതുവെ UDF-നാണ് മുൻതൂക്കം എന്നാണ് സാധ്യത കൂടുതൽ. UDF-ന് തന്നെയാണ് സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുമ്പോഴേക്ക്, ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് അടുത്തുള്ള പല ഭരണം UDF-ന്റെ കയ്യിലാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലോ. ഒരു പ്രവാസി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LDF-നാണ് മുൻതൂക്കം. അപ്പം എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടിൽ LDF തന്നെ തീർച്ചയായിട്ടും ജയിക്കും. കാരണം സാമൂഹിക മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് LDF സർക്കാരിനാണ്. സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നത് LDF സർക്കാരാണ്. ഉറപ്പായും LDF തന്നെ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിലവിലെ UDF-ന്റെ പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഒരു സംഭവങ്ങളും ബാധിക്കുന്നതല്ല. ഇപ്രാവശ്യം നല്ല ശക്തമായിട്ട് മുന്നോട്ടുള്ള നല്ല നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉറപ്പായിട്ടും ഇപ്രാവശ്യം UDF, ഞങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കും. ഒരുതരം മടുപ്പ് നമുക്കെല്ലാവർക്കും വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് നാടിന് ആവശ്യമുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് പ്രവാസികളും. കുവൈറ്റ് സിറ്റിയിൽ നിന്നും സലീം കോട്ടയിൽ, മീഡിയ 1.
കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശം പ്രവാസ ലോകത്തും ശക്തമാണ്. നാടിന്റെ ഭരണത്തിൽ തങ്ങളുടെ പങ്ക് ഉറപ്പിക്കാനായി സൗദിയിലെ യാംബുവിൽ നിന്നും നിരവധി പ്രവാസികളാണ് അവധിയെടുത്ത് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. നാടിന്റെ അടിസ്ഥാന വികസനമാണ് ഇവർ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശം യാംബുവിലെ മലയാളി സമൂഹത്തിലും ഏറെ ചർച്ചാ വിഷയമാണ്. വോട്ട് രേഖപ്പെടുത്താനായി അവധിയെടുത്ത് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിരവധി പ്രവാസികൾ. നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ, ആ ബോഡികൾ, ലോക്കൽ ബോഡികൾ അധികാരത്തിൽ വരണം, അവർ അധികാരത്തിൽ എത്തിക്കണം. അതിനുവേണ്ടി നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, നമ്മൾ വോട്ട് രേഖപ്പെടുത്തുക, തിരിച്ചു പോരുക എന്ന ലക്ഷ്യമാണ് ഈ യാത്രക്കുള്ളത്. സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ നിരവധി തെരഞ്ഞെടുപ്പ് പരിപാടികളാണ് ഇതിനോടകം കഴിഞ്ഞത്. തങ്ങളുടെ നാടിന്റെ അടിസ്ഥാന വികസനമാണ് ഇവർ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എന്നും ഒരു ആധിപത്യം പുലർത്തുന്നത് ഇടതുപക്ഷം തന്നെയാണ്. ആ ഒരു ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിലും പൂർണ്ണമായിട്ടും ഉണ്ടാവുന്നുള്ള ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. യാംബുവിൽ പ്രവാസികളായിരുന്ന പലരും ഇത്തവണ നാട്ടിൽ മത്സര രംഗത്തുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രചാരണവും ഇവിടെ ശക്തമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറുമേഴ് പഞ്ചായത്തിൽ അനിയന് മത്സരിക്കുന്നുണ്ട് 15 വാർഡിൽ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഞങ്ങൾ പ്രവാസ ലോകത്ത് ഉള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വിജയം ഉറപ്പാക്കാൻ വലിയ സാമ്പത്തിക ചെലവ് സഹിച്ചും നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നവരാണ് അധികവും. നാട്ടിലെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതൊക്കെ ഈ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. അപ്പോൾ ഒരു വോട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെ ഈ വോട്ടിന്റെ സമയത്ത് നാട്ടിലേക്ക് പോവുകയാണ്. പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ നിലവിൽ നാട്ടിൽ നേരിട്ടെത്തണമെന്ന നിബന്ധന തുടരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഓൺലൈൻ വോട്ടിംഗ് ഒരു യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം പ്രവാസി സമൂഹം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. മീഡിയ 1 യാംബു. ഖത്തറിൽ മീഡിയ 1 മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരദാന ചടങ്ങ് ആഘോഷമാക്കി വിദ്യാർത്ഥികൾ. അവരവിടെ പാട്ടുപാടി, സൊറ പറഞ്ഞു, മറ്റൊരു ക്ലാസ് മുറി തന്നെ ഉണ്ടാക്കി. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നല്ല ഒന്നാം തരം വൈബ്. മീഡിയ 1 മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ കുട്ടികളാണ്. ആദ്യം അവരൊന്ന് അമ്പരന്നു, പിന്നെ സെറ്റായി. പാട്ടായി, സൊറയായി, കളിയായി, നിർത്താതെ പറച്ചിലായി. ഓക്കെ, എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി മാത്രമേ സൂപ്പർ ആയിട്ടുണ്ട്. നല്ലതായിട്ടുണ്ടായിരുന്നു. ഈ മെഡലിന് കനം കൂടുതലാണ്. നല്ലതായിരുന്നു, പക്ഷെ നല്ലൊരു കാര്യമാണ്. ആദ്യമായിട്ടാണോ ഇത്രയും വലിയൊരു ഇവന്റിൽ ഇത്രയും വലിയൊരു അവാർഡ് കിട്ടുന്നത്? ചെറുതാക്കോ? ഇല്ല, ആക്കണ്ട. അടിപൊളി, നല്ലായിരുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു. വളരെ ഹാപ്പിയാണ് ഇതിന് പാർട്ടാവാൻ കഴിഞ്ഞതിന്. എന്താണ് ഇത് പരീക്ഷയ്ക്കൊക്കെ ഭയങ്കര ഒരു ചലഞ്ചൊക്കെ എന്തായിരുന്നു? ചലഞ്ച് കുറെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പാസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് കിട്ടാൻ പറ്റി. അത് മാത്രമേ ഞാൻ ആലോചിക്കേണ്ടുള്ളൂ. ഞങ്ങൾക്ക് പ്രഷറും പ്രീ ബോർഡ് മാർക്സ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. എങ്ങനെയുണ്ട്? പിന്നെ നല്ല എളുപ്പമായിരുന്നു. നിങ്ങൾ എങ്ങനെ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഹാർഡ് ടൈംസ് ഒക്കെ കടന്നുപോയി. ഇങ്ങനെ ഒരു നല്ലൊരു ഇവന്റിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു സ്പെക്ടാക്കുലസ് ഇവന്റിൽ ഇത്രയും നല്ലോണം മേടിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. അതാണല്ലോ ഇത്രയും ഹാർഡ് വർക്കിന്റെ ഒക്കെ എല്ലാത്തിന്റെ സക്സസ്. സന്തോഷം. നല്ല പരിപാടിയിൽ ഇത് വാങ്ങാൻ പറ്റിയ ഒറ്റ വാക്കിൽ സന്തോഷം. ഒരേ ബെഞ്ചിലാണോ? ഞങ്ങൾ രണ്ടുപേരും ഒരു ബെഞ്ചില്. ക്ലാസ്സിലെല്ലാവരും പഠിച്ചിട്ടുണ്ടായി. ക്ലാസ്സിൽ എല്ലാവർക്കും മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ട്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, പ്രതീക്ഷിച്ചില്ല. പക്ഷെ നന്നായിട്ട് എക്സാം എഴുതിയാലും, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇഷ സുഫീർ, ഹംന ആസിഫ്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം എന്താ പറയാ, അവാർഡ് കിട്ടിയ കുട്ടികളൊക്കെ കാണാൻ പറ്റില്ലേ? ഒരു പ്രൗഡ്നെസ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ട്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, തീരെ ഇല്ല. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പഠിച്ചത്, പക്ഷെ കിട്ടി. എങ്ങനെയോ കിട്ടി. ഇടയ്ക്കൂടെ കയറി പഠിച്ചു, പിന്നെ കിട്ടി. ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ലാസ്റ്റ് മിനിറ്റ് പഠിച്ചത്. ഇതൊന്നുമില്ല, നമ്മൾ ട്രൈ ചെയ്ത് എടുത്ത്, അത്രേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഒരു ആഘോഷത്തിന്റെ ലഹരിയിൽ തന്നെയാണ് ഈ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഖത്തറിൽ സമാപനം കുറിക്കുന്നത്. അതിഗംഭീരമായ പ്രോഗ്രാം. 400ഓളം വിദ്യാർത്ഥികളാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. പുരസ്കാരം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾക്കൊപ്പം ദോഹയിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.
പാലക്കാട് വടക്കാഞ്ചേരി പുതുക്കോട് സ്വദേശി മകൻ ഷഹനാസ് അജ്മാനിൽ നിര്യാതനായി. അജ്മാനിലെ സോന റോസ്റ്ററി ജീവനക്കാരനായിരുന്നു. മുബീനയാണ് മാതാവ്. ഷംനാസ്, ഷാനവാസ് എന്നിവർ സഹോദരങ്ങളാണ്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. യുഎയിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചിന്റെ സെൻഡ് ആൻഡ് വിൻ ക്യാമ്പയിനിന്റെ ജേതാക്കളെ പ്രഖ്യാപിച്ചു. അജയ് ചൌഹാൻ ബമ്പർ സമ്മാനമായ ഡോങ്ഫെങ് മേജ് SUV കാർ സ്വന്തമാക്കി. ഫരീദ നബുഗർവെ ഡോങ്ഫെങ് ഷൈൻ കാർ സമ്മാനമായി നേടി. 10 പേർ കോംടെക് ഗോൾഡിന്റെ 10 ഗ്രാം സ്വർണം സമ്മാനമായി നേടി. ലുലു എക്സ്ചേഞ്ച് CEO തമ്പി സുദർശനൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭിന്നശേഷിക്കാർക്കുള്ള ലോക സെയിലിംഗ് ചാമ്പ്യൻഷിപ്പിന് ഒമാനിൽ ആവേശത്തുടക്കം. അന്താരാഷ്ട്ര സെയിലിംഗ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടന്ന 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് ശേഷമാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. പാരാലിമ്പിക് വിഭാഗത്തിലുള്ള ടീമുകൾ, കാഴ്ചയില്ലാത്ത റേസർമാർ, ബുദ്ധിപരമായ വെല്ലുവിളികളുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ഇംഗ്ലീഷ് പട ചാമ്പ്യൻഷിപ്പിൽ ആധിപത്യം പുലർത്തി സെയിൽ ഫ്രീ എന്ന പരിശീലന പരിപാടിയിലൂടെ ഒമാന്റെ ആതിഥേയ മികവും ശ്രദ്ധേയമായി. പരിശീലന പരിപാടി നാവികർക്കും പരിശീലകർക്കും റേസ് ഉദ്യോഗസ്ഥർക്കും മികച്ച അനുഭവമായി. ഡിസംബർ 8 വരെ ചാമ്പ്യൻഷിപ്പ് തുടരും. ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി മൊത്ത വിതരണക്കാരായ അൽദല്ല ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സലാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സലാലയിലെ 3ാമത്തെ ഔട്ട്ലെറ്റാണ് ഔഗതിൽ തുറന്നത്. സലാലക്കടുത്ത് ഔക്കത്ത് ഷിമാലിയിൽ സലാല മാളിന് സമീപത്തായി ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം അലി ഈസ അലി അൽ മർദൂഫ് നിർവഹിച്ചു. ചെയർമാൻ കബീർ കടമലയും പ്രത്യേക ക്ഷണിതാക്കളും സംബന്ധിച്ചു. കട്ട് ഫ്രൂട്ട്സും ഫ്രൂട്ട് ബാസ്ക്കറ്റും ഫ്രൂട്ട്സ് കാർവിംഗുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ വലിയ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മളിന്ന് 3ാമത്തെ ഔട്ട്ലെറ്റാണ് ഇവിടെ സലാലയിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ റീറ്റെയിൽ രംഗത്ത് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഈ ഔട്ട്ലെറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, വൈഡ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഔട്ട്ലെറ്റ് നമ്മൾ ഓൾ വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സും നട്ട്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. റീസണബിൾ പ്രൈസിൽ നമുക്ക് അർസാദ് ഫാമിലെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു വെറൈറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട് കട്ടിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫ്രൂട്ട് ഡിസൈൻ അതാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ജനങ്ങൾക്ക്, അറബികൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഗസ്റ്റ് വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. പ്ലസ് നമ്മുടെ ഓൺ ബ്രാൻഡായ സലാല കോക്കനട്ട് ഓയിലിൻ്റെ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ അടുത്തായിട്ട് തുടങ്ങിയ കുർമർ എന്ന് പറഞ്ഞ ഓർഗാനിക് ചിപ്സിൻ്റെ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. സൂൺ നമ്മളൊരു 3 monthsനുള്ളിൽ 2 more outlets വീണ്ടും ഇൻഷാല്ലാ സലാലയിൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. സോ ബൈ നെക്സ്റ്റ് ഇയർ യു ക്യാൻ എക്സ്പെക്ട് സം മോർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇൻ മസ്കറ്റ് ഓൾസോ. നേരിട്ട് ഇറക്കുമതി ചെയ്തതിനാൽ മിതമായ നിരക്കിൽ ഏറ്റവും ഫ്രഷായി നൽകാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ പൗരപ്രമുഖരും കമ്മ്യൂണിറ്റി നേതാക്കളും സംബന്ധിച്ചു. മീഡിയ 1 സലാല. സൗദിയിലെ പ്രമുഖ ബിസിനസ് കൺസൾട്ടൻസിയായ എമറാൾഡ് ഗ്രൂപ്പിന്റെ പുതിയ ശാഖ ദമാമിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗദിയിലെ ബിസിനസ് സംബന്ധമായ എല്ലാ സേവനങ്ങളും സമയബന്ധിതമായും കൃത്യതയോടെയും പൂർത്തിയാക്കി നൽകുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ബിസിനസ് കൺസൾട്ടൻസി മേഖലയിൽ പ്രമുഖരായ എമറാൾഡ് ഗ്രൂപ്പിന്റെ പുതിയ ശാഖ സൗദിയിലെ അൽഖോബാർ റാക്കയിൽ പ്രവർത്തനം ആരംഭിച്ചു. റാക്ക കിനാൻ അൽഷർക്ക് ടവറിലാണ് പ്രവർത്തനം. കമ്പനി ചെയർമാൻ നാസർ, ബ്രാഞ്ച് മാനേജർ ഫൈസൽ അൽ റഹ്റാനി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവിശ്യയിലെ ബിസിനസ് രംഗത്തുള്ളവർ സംബന്ധിച്ചു. സൗദി കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ലൈസൻസ് വേണമെങ്കിലും, എന്ത് സ്പെഷ്യൽ ലൈസൻസ് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ വാറ്റ്, സക്ക, ഓഡിറ്റിങ്, അത്ര എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം ഇക്കാമയിൽ ഹൈലൈറ്റ് ചെയ്ത ആളുകളെ ഞങ്ങൾ ഒത്തിരി പേർക്ക് ഞങ്ങൾ പ്രീമിയം ഇക്കാമ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത്രയും വർക്കുകളൊക്കെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗദി ഗവൺമെൻറ് പല ആനുകൂല്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. പക്ഷേ പല ആളുകളും അത് അറിയാതെ പോവുകയാണ്. പല കസ്റ്റമറും വന്നിട്ട് ഞങ്ങൾക്ക് പല കംപ്ലയിൻറ്റുകളും കാര്യങ്ങളും പറയുമ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ഇവർക്ക് വാങ്ങിയെടുക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ അവർക്കുള്ളത്. അപ്പോൾ നമ്മളിതിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഗുണം ഇവർക്ക് കിട്ടുന്നുണ്ട്. നിക്ഷേപക സംബന്ധമായ സേവനങ്ങൾ, പ്രീമിയർ റെസിഡൻസി സേവനങ്ങൾ തുടങ്ങി തുടക്കക്കാർക്കും വർഷങ്ങളായി സൗദിയിൽ പ്രവർത്തിക്കുന്നവർക്കും ആവശ്യമായ മുഴുവൻ സേവനങ്ങളും ഗ്രൂപ്പിന് കീഴിൽ ലഭ്യമാണ്. أهلا بكم في إميرالد شركة رائدة في مجال الاستثمار، تخصصها في تأسيس الشركات، استقطاب الشركات الأجنبية من جميع دول العالم. ننصح كل المستثمرين بزيارة فروعنا سواء في جدة أو في الخبر هنا في المنطقة الشرقية.
استثمار واعد. المملكة العربية والسعودية متجهة إلى رؤية 2030 فرصة لجميع المستثمرين أنهم يستثمروا أموالهم في السعودية ومعنا كشركة إميرالد. ബിസിനസ്, കൺസൾട്ടിംഗ്, അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, സ്മാർട്ട് ടാക്സ് സേവനങ്ങളും എമറാൾഡിന്റെ ഭാഗമാണ്. We are help investor more investor to get the business in Saudi Arabia as the vision for Saudi Arabia. Welcome another in our offices in Jeddah or Dammam, Al Khobar. We have a big chance for all investors to get most of our business. മീഡിയ വൺ, ദമ്മാം. തിരികെ വാർത്തകളിലേക്ക്. സൗദിയിലെ ലുലു ഗ്രൂപ്പ് നേരിട്ട് സമാഹരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ച തായ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കാണാൻ തായ്ലാന്റ് വാണിജ്യ മന്ത്രി എത്തി. സൗദിയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മന്ത്രി മുറബ ലുലുവിൽ ഒരുക്കിയ മേളയാണ് സന്ദർശിച്ചത്. തായ്ലാന്റ് ഉൽപ്പന്നങ്ങൾ സൗദിയിൽ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മേള. ലുലുവിൽ തായ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം തുടരുകയാണ്. ലഭ്യമാകുന്നത് ലുലു ഗ്രൂപ്പ് നേരിട്ട് സമാഹരിച്ച ഉൽപ്പന്നങ്ങളാണ്. ഒരുക്കിയിട്ടുള്ളത് വിപുലമായ പ്രദർശനവും വിപണനവുമാണ്. മേള സന്ദർശിക്കാനായാണ് തായ്ലാന്റ് വാണിജ്യമന്ത്രി സുഫാജി സുത്തുംപുൻ റിയാദിലെ മുറബ ലുലു ഹൈപ്പർ മാർക്കറ്റിലെത്തിയത്. കൂടെ സഹമന്ത്രിയും മേളക്കെത്തി. 25 അംഗ തായ് പ്രതിനിധി സംഘവും പ്രദർശനം സന്ദർശിച്ചു. സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ഡയറക്ടർ സെയ്ദ് അബ്ദുൽ അനീസ് തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു. തായ്ലാന്റും സൗദിയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത മന്ത്രിസംഘവുമായി ലുലു പ്രതിനിധികൾ ചർച്ച നടത്തി. മീഡിയ വൺ, റിയാദ്. കുവൈത്തിലെ ആരോഗ്യ പരിചരണ രംഗത്ത് പ്രമുഖരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് മഹബൂലയിൽ 11ാം ഫാർമസിയായ ബെദായ ഫാർമസി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ബില്ലിങ്ങുകൾക്കും 20% വിലക്കുറവ് ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പരിചയസമ്പന്നരായ ഫാർമസിസ്റ്റുകളും ആരോഗ്യ വിദഗ്ധരും സേവനമനുഷ്ഠിക്കുന്ന പുതിയ ബ്രാഞ്ച് മികച്ച നിലവാരത്തിലുള്ള മരുന്നുകളും വെൽനസ് ഉൽപ്പന്നങ്ങളും ആവശ്യമുള്ള ഓവർ ദി കൗണ്ടർ സാധനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ്. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് എല്ലാ മരുന്നുകൾക്കുമായി ഹോം ഡെലിവറി സേവനം ആരംഭിച്ചിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള വികസന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ബ്രാഞ്ചുകൾ തുറക്കുന്നതെന്നും മെട്രോ മാനേജ്മെന്റ് വ്യക്തമാക്കി. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിന്റർ കാർണിവൽ സംഘടിപ്പിച്ച ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ് നിംസ് ഹയ്യാക്കും എന്ന പേരിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമായി 2 ദിവസമായിരുന്നു ആഘോഷം. ദേശഭക്തി ഗാനങ്ങൾ, പരമ്പരാഗത ഇമറാത്തി കലാപ്രകടനങ്ങൾ, കലാരൂപങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും കാർണിവലിൽ അരങ്ങേറി.